സുവിശേഷം 11-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ട പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളു, ശബ്ദത്തിൽ അരുതോ എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തർ ശബ്ദത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ദത്തിൽ നാളിൽ നീ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നടന്നതായ ഒരു അത്ഭുത സൗഖ്യത്തെ കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. അടിമകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1863 എബ്രഹാം ലിങ്കൺ അമേരിക്ക ഭരിച്ചിരുന്ന കാലയളവിലാണ്. ബൈബിളിന്റെ സ്വാധീനമാണ് അപ്രകാരം ഒരു നല്ല നിയമം നടപ്പിലാക്കുവാൻ ലിങ്കനെ സഹായിച്ചത്. ഏത് ഭവനങ്ങളിൽ ബൈബിൾ അതിന്റെ നിലവാരത്തിൽ അംഗീകരിക്കുന്നുവോ, ഏത് രാജ്യത്ത് ഈ ബൈബിൾ പ്രമാണിക്കുന്നുവോ, അവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഇനിയും ഈ ബൈബിളിന്റെ സന്ദേശം എത്തിച്ചേരാത്തത് എന്ന്. എന്നാൽ 1863 വരെ മനുഷ്യർ അടിമക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ നൂറ്റാണ്ട് മുൻപ് തന്റെ പ്രവാചകനിൽ കൂടെ ദൈവം തന്റെ ഹിതത്തെ ലോകത്തോട് അറിയിച്ചിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാലയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനത്തിന്റെ നിവൃത്തി എന്ന പോലെയാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നടന്നതായ ആ അത്ഭുതകരമായ സൗഖ്യം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും അനേക ക്രിസ്ത്യാനികളും പിശാചിന് അടിമകളായി, രോഗത്തിന് അടിമകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, നിവൃത്തിയായി എന്ന്. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് ആവശ്യമായത്, അവന്റെ രോഗപരിഹാരത്തിന് ആവശ്യമായത്, അവന് സ്വതന്ത്രമാകേണ്ടതിന് ആവശ്യമായതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു എന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഇനിയും പാപത്തിലും രോഗത്തിലും ബന്ധനങ്ങളിലും മനുഷ്യൻ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മാത്രമാണ്. യേശു ഒരുക്കിയതായ ആ വാഗ്ദത്തങ്ങള് അതിന്റെ നിറവിൽ അവൻ പ്രാപിച്ചിട്ടില്ല, അഥവാ അത് അംഗീകരിച്ചിട്ടില്ല. ഭാഗികമായ അനുസരണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ വിധേയത്വമാണ്, പൂർണ്ണമായ അനുസരണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. വായിച്ച വേദഭാഗത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ യേശുവിന് എന്ത്
ചെയ്യുവാൻ കഴിയുമെന്നും എപ്രകാരം സൗഖ്യമാക്കി എന്നും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അന്ന് യേശു ചെയ്തത് ഇന്നും യേശുവിനെ ചെയ്യുവാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ചെയ്തത് എന്തോ അത് വീണ്ടും ആവർത്തിക്കുവാൻ, അത് വീണ്ടും ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. 11ഉം 16ഉം വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, 18 സംവത്സരമായി ഈ സഹോദരി രോഗത്താൽ ബാധിക്കപ്പെട്ടിരുന്നു. അവൾ വളരെയധികം വേദന തന്റെ ശരീരത്തിൽ അനുഭവിച്ചിരുന്നു. ബലമായി നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം നമുക്ക് വേദനയില്ലാതെ കഴിയുവാൻ കഴിയും? ചില മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം വേദനപ്പെടുവാൻ തുടങ്ങുമെങ്കിൽ 18 സംവത്സരമായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഈ സഹോദരി എത്രമാത്രം വേദന അനുഭവിച്ചിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ആ സഹോദരി അനുഭവിച്ചതുപോലെയുള്ള ആത്മീക ജീവിതത്തിൽ ബന്ധനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മാനസികമായി വേദന അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരും അപ്രകാരത്തിൽ ഉള്ളവരായിരിക്കാം. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അഭ്യന്തരങ്ങളെ അഴിക്കുവാൻ മതിയായവർ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാഗ്ദത്തം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് കടക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിന് 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേദനയും കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അത് ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കായി അതിനെ വ്യാപരിപ്പിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതിന്റെ പരിസമാപ്തി കുറിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. 16-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ഈ സഹോദരി അനുഭവിക്കുന്ന ഈ ബന്ധനത്തിന്റെ മൂലകാരണം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന, അപ്പൊ ഈ സഹോദരിയെ ബന്ധിച്ചതാരാ? സാത്താൻ. രോഗങ്ങളുടെയും വ്യാധികളുടെയും കഷ്ടതകളുടെയും ഉറവിടം എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ അറിവില്ലാത്തവർ പറയും ദൈവമാണ് എന്ന്. ദൈവമാണ് എനിക്ക് കഷ്ടത വരുത്തിയത്, ഞാൻ അനുഭവിച്ചേ തീർന്നിട്ടുള്ളൂ, ഇതെന്റെ വിധിയാണ്, ദൈവം അറിയാതെ ഒന്നുമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അറിയാതെ അവർ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ ആധികാരം ഞാൻ വിളിച്ചു പറയട്ടെ, രോഗത്തിന്റെയും പീഡനങ്ങളുടെയും കഷ്ടതകളുടെയും പുറകിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടനായ പിശാചിന്റെ കാരണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ചില വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ സുറിയയിലൊക്കെയും വരുന്നു. നാനാവ്യാധികളാലും പാടുകളാലും കലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാരെ, സകലവിധ ദീനക്കാരെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു. മതി. ഇത് യോഹന്നാൻ 10:10 അതിന്റെ ആദ്യ ഭാഗം വായിച്ചാണ്. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 10:38 നാം ഇങ്ങനെ വായിക്കുന്നു, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ദുഷ്ടനായ പിശാച് മനുഷ്യനെ കഷ്ടത്തിലാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും നാം ആരും പറയരുത് ദൈവമാണ് എനിക്ക് കഷ്ടത വരുത്തിയത്. ദൈവം ചിലപ്പോൾ കഷ്ടത അനുവദിച്ചേക്കാം. അത് യോബിന്റെ ജീവിതം നമുക്കറിയാം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ മനുഷ്യരെ അവരായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ
പ്രവൃത്തിയിൽ തെളിഞ്ഞു നിൽക്കുന്നത്. എല്ലാ വ്യാധികളെയും രോഗങ്ങളെയും വഹിക്കുവാനും സൗഖ്യമാക്കുവാനും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. യേശുവിന്റെ ഈ ലോക ജീവിതത്തിന്റെ ഉദ്ദേശത്തിന്റെ ഒരു ചുരുങ്ങിയ ഭാഗമാണ് നാം യേശയ്യാ പ്രവാചക പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ കുറച്ചു മുമ്പ് വായിച്ചു കേട്ടത്. ഇത് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യോഹന്നാൻ 10:10 വാക്യം വായിച്ചാട്ടെ. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. 1 പത്രോസ് 2:24 അതേ യെശയ്യാ പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ പത്രോസ് ലീഗ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതി ജീവിക്കേണ്ടവർ അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാകുന്നവർക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പായിട്ട് തരുന്ന ഒരു വാഗ്ദത്തമാണ്. യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ രോഗങ്ങൾക്ക്, നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ്. ആ സ്ത്രീയിൽ ദുരാത്മാവ് വസിച്ചിരുന്നില്ല. എന്നാൽ രോഗമിട്ടുകൊണ്ട് അവളെ അവൻ ബന്ധിച്ചിരുന്നു. സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയാതെ, വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഈ സഹോദരിയെ പിശാച് ബന്ധിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികൾ ഓർക്കണം, സാത്താന്റെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. മുൻപ് കൂടി പറഞ്ഞിട്ടായിരിക്കില്ല പിശാച് ആക്രമിക്കുന്നത്. അവൻ രോഗങ്ങളിട്ട് ബന്ധിക്കുവാനായിരിക്കും വിശ്വാസികളെ ഏറ്റവും അധികമായിട്ട് ശ്രമിക്കുക. കാരണം അവന് വസിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? കഷ്ടതകളിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ നമ്മെ ബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തില് മൂവ് ചെയ്യാതെ അവൻ നമ്മെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെയാണ് നാം അവന്റെ ബന്ധനത്തിലാകുന്നത്? ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ കൂടെ, ക്ഷമിക്കുവാൻ കഴിയാത്ത നമ്മുടെ സ്വഭാവത്തിൽ കൂടെ, പക, വിദ്വേഷം, പിണക്കം, ജാരശങ്ക, കാമാർത്തി എന്ന് വേണ്ട പലവിധമായ വിഷയങ്ങൾ അവനായി നാം വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അവൻ നമ്മെ പലവിധമായ രീതിയിൽ ബന്ധിക്കുവാൻ ശ്രമിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഈ സഹോദരിയെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളും വെറുക്കപ്പെട്ടവളും നിന്ദിക്കപ്പെട്ടവളും ഒക്കെ ആയിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഒരുപക്ഷെ ഓമനെ പേരിട്ട് ആ സഹോദരിയെ വിളിച്ചു കാണാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ആർക്കും വേണ്ടാത്തവളായിരുന്നു, എല്ലാവരും വെറുക്കപ്പെട്ടവളായിരുന്നു, ഒറ്റപ്പെട്ടവളായിരുന്നു. ദേവാലയത്തിൽ അവളുടെ കൂടെ ആരും ഇല്ലായിരുന്നു. നാം വായിച്ച വേദഭാഗത്ത് അവൾ ഏകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ തെരുവിൽ പോലും സകലരും അവളെ ഒഴിവാക്കിയിട്ടുണ്ടാകാം. സമൂഹത്തിന് അവൾ അധികപ്പറ്റായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒറ്റപ്പെടുന്നതിന്റെ വേദന അവൾ നന്നായി അനുഭവിച്ചിരുന്നു. ഒറ്റപ്പെട്ടവരുടെ വേദന 18 കൊല്ലമായി അവൾ ശരിക്കും അനുഭവിച്ചിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ എല്ലാവരും അവൾക്ക് ഉണ്ടായിരുന്നിരിക്കാം, മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും അവൾ ഒറ്റപ്പെട്ടവളായിരുന്നു. ഒരു ആശ്വാസ വാക്ക് കേൾക്കുവാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവൾക്ക് അത് സാധിച്ചില്ല. ഒരു തലോടലിന് വേണ്ടി അവൾ ഏറെ കൊതിച്ചിട്ടുണ്ടാകും. പക്ഷെ അവൾക്ക് അത് കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന ആണെങ്കിൽ ഇന്ന് എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ ഭാരപ്പെടരുത്. നിന്നേക്കാൾ മുമ്പ് ഒരുവനുണ്ട്, നിന്നേക്കാൾ മുമ്പ് നിന്ദിക്കപ്പെട്ട ഒരുവനുണ്ട്, നിന്നേക്കാൾ മുമ്പായി തള്ളപ്പെട്ട ഒരുവനുണ്ട്. ആരെന്നറിയാമോ? കാൽവരി ക്രൂശിൽ അത് യേശു കർത്താവ്. അവൻ തള്ളപ്പെട്ടു പോയി, അവൻ കൈവിടപ്പെട്ടു പോയി. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. നിനക്കൊരു സ്നേഹിതനുണ്ട്, നിനക്കൊരു സഹോദരനുണ്ട്.
നിനക്കൊരു പിതാവുണ്ട്, യേശു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടി പറയട്ടെ, ഒറ്റപ്പെടുത്തിയവരോട്, നിന്നെ വെറുത്തവരോട്, നിന്നെ തള്ളിക്കളഞ്ഞവരോട് യാതൊരു കാരണവശാലും പകയോടെ വെറുപ്പോടെ ഇടവരുന്നത്. കാരണം നീ പകയും വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ദുഷ്ടനായ പിശാചിന് കടന്നു വരുവാനുള്ള ഒരു വാതിലായിത്തീരും, അത് വലിയൊരു കെണിയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കടന്നുകൊണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസിയാണ് എങ്കിൽ അതേ പൊറുക്കുവാനും ക്ഷമിക്കുവാനും അവർക്ക് പ്രാർത്ഥിക്കുവാനും ഞാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. ഈ സ്ത്രീയെ ഒന്നുകൂടി നാം ആഴമായി ശ്രദ്ധിച്ചാൽ അവൾ വലിയൊരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വലിയൊരു വിശ്വാസത്തിന്റെ ഉടമ. ശ്രദ്ധിക്കണമേ, 18 കൊല്ലമായി ഇവൾ ശരീരത്തിൽ വേദനയാൽ ഭാരപ്പെടുകയാണ്, രോഗത്താൽ ഭാരപ്പെടുകയാണ്. എന്നിട്ടും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന്, പള്ളിയിൽ പോകുന്നതിൽ നിന്ന് അവൾക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 936 ശബത്തെങ്കിലും അവൾ ആചരിച്ചിട്ടുണ്ടാകും. ചുരുക്കം ചില ശബത്തുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ കടന്നു ചെല്ലുവാൻ വയ്യാത്ത ചില നിയമങ്ങൾ അവളുടെ മുമ്പിൽ നിന്ന് സാഹചര്യത്തിൽ അപ്പോഴും ഞാൻ വിചാരിക്കുന്നു പരിസരത്തെങ്കിലും അവൾ ചെന്ന് കാണും. അത്രമാത്രം വിശ്വാസമുള്ളവളായിരുന്നു അവൾ. അവളുടെ രോഗം മാറിയില്ല. 18 കൊല്ലമായിട്ടും അവളുടെ രോഗം മാറിയില്ല. അവളുടെ പ്രശ്നം തീർന്നില്ല. എന്നിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന്, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നതിൽ നിന്ന്, ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അവൾക്ക് തടഞ്ഞു നിൽക്കുവാൻ, അവളെ തടുത്തു നിർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവൾ ഉത്സാഹിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാട്ടെ, നല്ലൊരു തലവേദന വന്നു കഴിഞ്ഞാൽ, ഒരു കാലുവേദന വന്നു കഴിഞ്ഞാൽ, കുഞ്ഞൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ നാം എന്തോ ചെയ്യും? ഉടനെ ഗുളിക കൊടുക്കുന്നു, വിക്സ് പുരട്ടുന്നു. നിവൃത്തിയുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച ആണെങ്കിൽ സഭായോഗം മുടങ്ങിയിരിക്കും. സ്തോത്രം. എന്നാൽ ഈ സഹോദരി കൂനിയായ ശരീരം മുഴുവൻ വേദനപ്പെട്ട് ഭാരപ്പെട്ട് അവൾ എത്ര മൈൽ നടന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൂരം അവൾക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം സൃഷ്ടാവിനെ അവൾ അത്രയധികം സ്നേഹിച്ചു. അവൾക്കൊരു സൃഷ്ടാവുണ്ട്, അവൻ എന്നെ മാനിക്കുന്നവനാണ്. എന്റെ അവസ്ഥ എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അവന്റെ സന്നിധിയിൽ ചെല്ലും, ഞാൻ അവനെ ആരാധിക്കുമെന്നുള്ളതായ ഒരു ബോധ്യം, വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മടി കൂടാതെ അതെ 18 കൊല്ലവും അവൾ ആ പള്ളിയിൽ പോയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസികളുടെ പിതാവ് എന്ന് നാം വിളിച്ച് ആദരിക്കുന്ന അബ്രഹാമിന് ദൈവം വലിയൊരു വാഗ്ദത്തം കൊടുത്തു. നിനക്കൊരു സന്തതി ജനിക്കണം. വാഗ്ദത്തത്തെ കുറിച്ച് സാറായ്ക്കും അറിവുള്ളതാണ്. എന്നാൽ തങ്ങളുടെ പ്രായം മുന്നോട്ട് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാറ ചെയ്തു? താൽക്കാലികമായിട്ട് ഒരു വ്യവസ്ഥ ഹാഗാറിൽ കൂടെ നേടിയെടുക്കുവാൻ ഉപദേശിച്ചു. അപ്പോൾ ഞാനത് ചോദിക്കട്ടെ, വാസ്തവത്തിൽ സാറായുടെ വിശ്വാസത്തെക്കാൾ മേൽത്തരമായ വിശ്വാസമല്ലേ ഈ പ്രിയ സഹോദരിക്ക് ഉണ്ടായിരുന്നത്? 18 കൊല്ലമായിട്ട് ഇവൾ അനുഭവിക്കുന്ന വേദനയും യാതനയും കഷ്ടതകളും നിന്ദയും പരിഹാസവും ഒന്നും ആരോടും പങ്കുവെക്കാതെ, അവൾ ആർക്കും ഒരു ബാധയാകാതെ അവൾ നേരെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നു എങ്കിൽ അവളുടെ വിശ്വാസത്തെ എത്ര മഹത്തരമെന്ന് വിശേഷിപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 12ാമത്തെ വാക്യത്തിൽ യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, അവളുടെ തോളത്ത് കൈവച്ചു. രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ പള്ളിയിൽ അനേകരുണ്ടായിരുന്നു. പലരും രോഗികൾ തന്നെയായിരുന്നു. പക്ഷേ അനുഗ്രഹം പ്രാപിച്ചത് ഈ പ്രിയപ്പെട്ടവൾ മാത്രം. ഇന്നും അനേകർ പള്ളികളിൽ പോകുന്നു, ആരാധനയ്ക്കായി കടന്നു വരുന്നു, പോകുന്നു. എന്തിനു വേണ്ടി പോകുന്നു?
എപ്രകാരമായിട്ട് നാം പോകുന്നു അത് നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയില് വെറുതെ ചെന്നാൽ അനുഗ്രഹം കിട്ടത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളില് നാം ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ ഭക്തി എപ്രകാരമുള്ളത് എന്ന് ചിന്തിക്കുക. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വ്യക്തമായി കൃത്യമായി പറയുന്നു നാവിന്റെ ഉപയോഗത്തെ കുറിച്ച്. രണ്ടാമത് പറയുന്നു അനാഥരെയും വിധവമാരെയും നീ ആശ്വസിപ്പിക്കണം. ആശ്വസിപ്പിക്കുവാൻ ചെന്നിട്ട് അവിടെ കുടിയേറി പാർക്കുന്നതുകൂടെ അടുത്ത വചനത്തിൽ ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിന്റെ കളങ്കം പറ്റാതെ നിന്നെ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നാം ചിന്തിക്കണം, യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നാം ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നിരാലംബരെ, വിധവമാരെ, അനാഥരെ, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രഥമ പരിഗണന കർത്താവ് കൽപ്പിച്ചതായി, കർത്താവ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വ്യക്തികളെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അവരോട് വല്ല പരിഗണനയും തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അനാഥരെയും വിധവമാരെയും ഒരവസരം കിട്ടിയാൽ സഹായിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ദൈവത്തിന്റെ സ്തോത്രം. യേശു അവളെ കണ്ടു, അഥവാ അവളുടെ അവസ്ഥയെ കണ്ടു, അവൾ അനുഭവിക്കുന്ന വേദനയെ കണ്ടു, അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കണ്ടു. മനസ്സലിവോടെ അവളെ വിളിച്ചു, സ്ത്രീയെ. ഹല്ലേലൂയ, സ്തോത്രം. അവളുടെ മേൽ കൈവച്ചു, അവളോട് സംസാരിച്ചു. എത്രയോ വർഷങ്ങളായി ഈ പ്രിയപ്പെട്ടവള് ഒരു ആശ്വാസമാക്കി കേൾക്കുവാൻ, ഈ പ്രിയ സഹോദരി ഒരു തലോടലിന് വേണ്ടിയിട്ട്, ഹല്ലേലൂയ, ഒന്ന് ചേർത്തണക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ എത്രയോ കാലം ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ അവൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഇതാ യേശു കർത്താവ് അരികിൽ വിളിച്ച് തോളത്ത് കൈവച്ചുകൊണ്ട് അവളോട് സംഭാഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്ഷണത്തിൽ അവൾ സൗഖ്യമുള്ളവളായി. വചനം പറയുന്നു 13-ാമത്തെ വാക്യത്തിൽ, അവൾ ക്ഷണത്തിൽ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. ജീവിതത്തിൽ അനുഗ്രഹം നാം പ്രാപിച്ചാൽ, ജീവിതത്തിൽ ദൈവത്തിൽ നിന്നൊരു നന്മ പ്രാപിച്ചു എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നന്ദി പറയുവാൻ നമുക്ക് കഴിയാറുണ്ടോ? യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നവരാ ദൈവത്തെ അറിയാത്തവർ. കാളയ്ക്ക് തന്റെ ഉടമസ്ഥനെ അറിയാം, കഴുതയ്ക്ക് തന്റെ പുൽത്തൊട്ടിയെയും അറിയാം, എന്നാൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തെ അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. തന്നോട് സംസാരിപ്പാൻ, തന്നെ തൊടുവാൻ അതെ ഒരുവൻ വന്നിരിക്കുന്നു. അത് സൗഖ്യദായകനാണ്. അവൻ സർവശക്തൻ. അവൻ തൊട്ടപ്പോൾ അവൻ സൗഖ്യമുള്ളവളായി. ക്ഷണത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും നിന്ദിക്കപ്പെട്ടും വെറുക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും നാണക്കേടിന്റെ ആൾരൂപമായിരുന്ന അവൾ ഇപ്പോൾ മാനിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദര സഹോദരി, നിന്നെ ലോകം മാനിച്ചില്ലെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ മാനിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും നിന്നെ മാനിക്കുന്ന ഒരുവനുണ്ട്. നിന്ദയുടെയും പരിഹാസത്തിന്റെ മുൻപാകെ നിന്നെ ഉയർത്തുന്ന ഒരുവനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അവനിൽ ചാരിയാൽ വാസ്തവമായും നീ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ സ്തോത്രം. കാലങ്ങളായി അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയ്ക്ക് ഒരു ശമനം വന്നിരിക്കുന്നു. അവളുടെ കഷ്ടതയ്ക്ക് ഒരു അറുതി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവളുടെ നിന്ദയ്ക്ക്, അവൾ അനുഭവിച്ച വേദനയ്ക്കെല്ലാം ഒരു അവസാനം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് എനിക്കറിയത്തില്ല,
നിങ്ങൾ അനുഭവിക്കുന്ന മനോവ്യാപാരങ്ങളിൽ നിന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏതെല്ലാം താഴ്വരയെന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഒന്ന് ഞാൻ പറയാം, അതിന് പരിഹാരം കൽപ്പിക്കുവാൻ മതിയായവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പക്ഷെ എന്ത് ചെയ്യണം? അടുത്തേക്ക് പറഞ്ഞു. സ്തോത്രം. വീണ്ടും നാം വായിക്കുന്ന യോഹന്നാൻ സുവിശേഷം 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ, സ്തോത്രം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവവചനവുമായി കടന്നു പോകുവാൻ, പ്രശ്നങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ, സർവ മേഖലകളിലും അതെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 14-ാമത്തെ വാക്യത്തിൽ യേശു ശവത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നിരസപ്പെട്ടു. നോക്കണേ, വലിയൊരു അനുഗ്രഹം ഒരു വ്യക്തി പ്രാപിച്ചപ്പോൾ ആ പള്ളിയിൽ പ്രമാണിയായിരിക്കുന്ന വ്യക്തിക്ക് അത് ഇഷ്ടമായില്ല. അവൻ നീരസപ്പെട്ടു. അവർക്ക് താല്പര്യം പള്ളിയോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എല്ലാമായിരുന്നു. എന്നാൽ യേശു അതിനൊരു മറുപടി കൊടുത്തു. 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? നിന്റെ മൃഗത്തിന് ആവശ്യമായത് നിനക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായില്ലേ എന്ന യേശു കർത്താവ് ചോദിക്കുന്നത്. എന്നിട്ട് യേശു പറയുന്നു, അബ്രഹാമിന്റെ മകളായ ഇവളെ 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുന്നു എങ്കിൽ അവൾക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നത് തെറ്റാണോ? ഹല്ലേലൂയ, സ്തോത്രം. അവൾ അബ്രഹാമിന്റെ മകളായിരുന്നു എന്ന് വെച്ചാൽ അബ്രഹാം പിതാവായിട്ട് വാഗ്ദത്തമുള്ളവളായിട്ട് പ്രമാണങ്ങളുള്ളവളായിട്ട് ആ പരമ്പരയിൽപ്പെട്ടവളായിരുന്നു. പക്ഷെ അവൾക്ക് എന്തായിരുന്നു കുഴപ്പം? അവൾ രോഗിയായിരുന്നു. 18 വർഷമായിട്ട് പിശാചിന്റെ തടവറയിലായിരുന്നു. പാരമ്പര്യം കൊണ്ട് പ്രയോജനമില്ല കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ടായിരിക്കാം. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലായെങ്കിൽ എന്തെല്ലാം ഉണ്ടായാലും ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ യേശുവിന് തന്റെ പിതാവിന്റെ ഹിതം നിവർത്തിക്കുവാനാണ് താല്പര്യം. പള്ളി പ്രമാണിക്ക് തന്റെ സ്ഥാനമാനങ്ങളും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും ആയിരുന്നു വലുതായിട്ട് തോന്നിയതെങ്കിൽ യേശുവിന് താല്പര്യം പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർക്ക്, പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവർക്ക് ആവശ്യമായിട്ട് കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ഹിതം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചു. അതിനായിട്ട് അവൻ ഭൂമുഖത്തേക്ക് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നും യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ, ബന്ധനത്തിലിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, രോഗിയായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കുവാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ആവശ്യം എന്താണ്? ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്? അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. 12-ാമത്തെ വാക്യം ഒന്നുകൂടി തൊട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു. ആ സ്ത്രീ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ അവൾക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാൻ ഒക്കത്തില്ലായിരുന്നു. യേശുവിന്റെ തലമുറ അനുഭവിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവൾക്ക് സൗഖ്യമാകുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ വിളിക്ക് മുൻപാകെ അവൾ മുന്നോട്ട് കടന്നു ചെന്നു. യേശുവിന്റെ അരികിലേക്ക് അവൾ ചെന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും യേശു നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നാടി പിണ